ഓഹരി വിലയിലെ കയറ്റിറക്കങ്ങൾ ആ കമ്പനി നടത്തുന്ന ബിസിനസ്സിനെക്കുറിച്ചൊന്നും സൂചന നൽകുന്നില്ല. അതേസമയം ഒരു കമ്പനിയുടെ ബിസിനസ്സിനെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായും 5 ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനാകണം ശ്രമിക്കേണ്ടത്. ഒന്നാമതായി, കമ്പനി നടത്തുന്ന ബിസിനസ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നതാണ്. ആ കമ്പനിയുടെ ബിസിനസ് മോഡൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഓഹരി വാങ്ങുന്നതിൽ അർത്ഥമില്ല. കാരണം വിപണിയിൽ ചാഞ്ചാട്ടം നേരിടുന്ന ഘട്ടത്തിൽ ഈ ഓഹരി കൈവശം വെക്കണോ വേണ്ടോ എന്ന കാര്യത്തിലൊന്നും ശരിയായ തീരുമാനമെടുക്കാൻ കഴിയില്ല. രണ്ടാമതായി, കമ്പനിയുടെയും വ്യവസായ മേഖലയുടെയും വിറ്റുവരവും ആദായവും സ്ഥിരമായി വർദ്ധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. കമ്പനി മികച്ചതായാൽ പോലും അവർ ബിസിനസ് ചെയ്യുന്ന സെക്ടർ തിരിച്ചടി നേരിടുകയാണെങ്കിൽ വളരാൻ ബുദ്ധിമുട്ട് നേരിടാം. 2013-20 കാലഘട്ടത്തിൽ രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് മേഖല നേരിട്ട തളർച്ച തന്നെ ഉദാഹരണം. അതേപോലെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും വിപണിയിൽ ഡിമാൻഡ് ഉണ്ടോ എന്നും വിലയിരുത്തുക. ഇതിനോടൊപ്പം കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾക്ക് അടുത്ത 10 വർഷത്തേക്കെങ്കിലും പിടിച്ചു നിൽക്കാനും വളരാനുമുള്ള സാധ്യതയുണ്ടോ എന്നും പരിശോധിക്കുക. ഭാവിയിൽ അവസരമില്ലാത്ത കമ്പനിയിൽ നിക്ഷേപിക്കുന്നത് വ്യർത്ഥമാണ്. അതേപോലെ ടെക്നോളജിക്ക് ആ കമ്പനി നിൽക്കുന്ന വ്യവസായ മേഖലയെ എങ്ങനെ മാറ്റിമറിക്കാൻ കഴിയാമെന്നതിനെക്കുറിച്ചും ധാരണ വേണം. ഉദാഹരണത്തിന്, ലോകം വൈദ്യുത വാഹനങ്ങളിലേക്ക് ചൂടുമാറ്റുമ്പോൾ പരമ്പരാഗത ഇന്ധന അധിഷ്ഠിത എഞ്ചിൻ നിർമ്മാണ കമ്പനിയുടെ ഓഹരികളുടെ സാധ്യത മങ്ങുകയല്ലേ.